ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു പഴംപൊരി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തുള്ള ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മാവ് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ചേർക്കാറുള്ളത്. ഞാനിതിവിടെ മുളക് പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. മാവ് നല്ല വെള്ളമേറാതെ ഒന്ന് കട്ടിയായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിലേക്കുള്ള പഴം ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ നുറുക്കി വെച്ച പഴം ഓരോന്നെടുത്ത് ആ മാവിലേക്കൊന്ന് മുക്കി കൊടുത്ത് നമ്മൾ നല്ല എണ്ണ ചൂടായതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പഴംപൊരിയും അങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പഴംപൊരിയും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ നമുക്കെല്ലാതും ഇങ്ങനെ ഓരോന്നായി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള എരിവും മധുരവുമുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.